ഞങ്ങൾ വീണ്ടും ഇന്നത്തെ ദിവസം ഗ്രാമദീപാശ്രമത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് STV ഷൊർണൂരിലെ സംസ്കൃതി പരിപാടിയിൽ വന്നിരിക്കുന്നത് ശ്രീ പ്രദീപ് കുമാറാണ്. ഇദ്ദേഹം ആധ്യാത്മിക മണ്ഡലങ്ങളിൽ വളരെ ഉയരങ്ങളിൽ ചരിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ്. വിശ്വജീവൻ യോഗ, വിശ്വജീവൻ മതം, വിശ്വജീവൻ ശാസ്ത്രം ഇതിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാത്മാവാണ് അദ്ദേഹം. സ്പിരിച്വൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. സ്പിരിച്വൽ ട്രാൻസ്ഫോർമേറ്റീവ് മോട്ടിവേഷൻ ക്ലാസ് അതും എടുക്കുന്നുണ്ട്. അനേക വേറെ സത്പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഉപരി ഗ്രാമദീപാശ്രമത്തിൻ്റെ നെടുംതൂണാണ് അദ്ദേഹം. അങ്ങപ്പോൾ നമ്മുടെ ഈ പരിപാടിയായ സംസ്കൃതിയിലേക്ക് ശ്രീ പ്രദീപ് കുമാർ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രീ പ്രദീപ് കുമാർ, താങ്കളുടെ കുടുംബത്തെ പറ്റി ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ സഹോദരന്മാരും സഹോദരികളും അങ്ങനെ 8 പേരുണ്ട്. അതിലേറ്റവും ചെറിയ ആളാണ് ഞാൻ. ഏകദേശം 45 വർഷം മുമ്പ് എറണാകുളം ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് സെറ്റിൽ ചെയ്തതാണ്. അപ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ തോന്നിയ ആധ്യാത്മികമായ ചില ചിന്തകൾ, അതിനെ കരുപ്പിടിപ്പിക്കുന്നതിനും അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനും എനിക്ക് സാഹചര്യം ഒരുക്കിയത് മലപ്പുറം ജില്ലയിൽ വന്നതിന് ശേഷമാണ്. പഠനം ഞാൻ തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റഡി പ്രൈവറ്റ് സ്റ്റഡിയാണ്. അപ്പോൾ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുണ്ടാവാൻ വല്ല കാരണമുണ്ടായോ? ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുണ്ടാകാൻ കാരണം സ്പോണ്ടേനിയസ് ആണ്. ലൈഫിൽ സംഭവിക്കുന്നത് മുഴുവൻ സ്പോണ്ടേനിയസ് ആണെന്നും അത് ലൈഫ് സെൽഫായി നമ്മൾ ഇൻസ്പയർഡായി ട്രാൻസ്ഫോം ചെയ്ത് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള ചിന്ത വളരെ ചെറുപ്പം മുതൽ, ഏകദേശം ഒരു 13-14 വയസ്സിൽ എന്നിൽ ഉദയം ചെയ്തതാണ്. അപ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ചിന്തകളെ ഞാൻ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയതാണ് ഈ വിശ്വജീവൻ എന്ന് പറഞ്ഞ തിയറി. ഗുരു പ്രത്യേകിച്ച് അങ്ങനെ പറയാനുണ്ടോ? ഗുരു പരബ്രഹ്മമാണ്. വെരി നൈസ് ആൻസർ. പിന്നെ ഇവിടെ ഭാരതത്തിൽ അനേക പുണ്യഗ്രന്ഥങ്ങളുണ്ട്. രാമായണം, ഭാഗവതം, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, പുരാണം, ഇങ്ങനെ നിരവധി. ഇതിൽ ഏത് ഗ്രന്ഥമാണെങ്കിലും ഏതെങ്കിലും ഗ്രന്ഥം സ്വാധീനിച്ചിട്ടുണ്ടോ? ഭാരതത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പുണ്യഗ്രന്ഥങ്ങൾ തന്നെയാണ്. പുണ്യഗ്രന്ഥമല്ലാത്ത മറ്റൊരു ഗ്രന്ഥവും ഇവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പർട്ടിക്കുലറായിട്ടൊന്ന് മാത്രം സ്വാധീനിച്ചു എന്ന് പറയുന്നത് അത്ര ശരിയല്ല. അങ്ങ് പറയുന്നത് വളരെ ഗഹനമായ തത്വമാണ്, ഉയർന്ന തലത്തിലേക്കുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാശിവ ബ്രഹ്മേന്ദ്ര പാടി ആ തലത്തിലെത്തിയിരിക്കുന്നു. അങ്ങ് സർവം ബ്രഹ്മമയം രേരേ സർവം ബ്രഹ്മമയം, കിം വചനീയം കിമവചനീയം കിം പഠനീയം കിമപഠനീയം, ആ തലത്തിലെത്തിയിരിക്കും. സർവത്ര സദാ ഹംസധ്യാനം, ഈ തലത്തിലാണ് അങ്ങ് ഉത്തരം പറയുന്നത്. ആ തലത്തിലേക്ക് ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്. ശരിയാണ് അങ്ങ് പറഞ്ഞത്. ഈ നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നും കാണാനില്ല. ഈവൻ കൃമികീടങ്ങൾ മുതൽ, ഇത് പറയുമ്പോൾ പിടിക്കില്ല, പക്ഷെ സത്യം അതാണ്, ത്രിമൂർത്തികളടക്കം ഒരേ ബോധവസ്തുവാണ്. അവിടേക്ക് എത്താനാണ് ഇതെല്ലാം. അങ്ങ് ഇപ്പം തന്നെ PG അല്ലെങ്കിൽ MPhil അല്ലെങ്കിൽ ഡോക്ടറേറ്റാണ്. ഞാനിവിടെ 4ാം ക്ലാസ്സുകാരുടെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഡോക്ടറേറ്റ് എടുത്ത ആളുടെ ഉത്തരമാണ് വരുന്നത്. അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നിനെ നമ്മൾ മാറ്റി നിർത്തരുത്, എല്ലാം അത് തന്നെയാണെന്ന് അവിടേക്ക് എത്തുന്നത്. താങ്കൾ പറഞ്ഞ മാതിരി ആ വണ്ണസ്, ഏകാത്മക ബുദ്ധി അവിടെ എത്തുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇതിനോടുകൂടി ഒന്ന് സഹകരിക്കുക. കാരണം 1ാം ക്ലാസ്സിൽ എത്തിയിട്ടല്ലേ നമ്മൾ അവിടേക്ക് എത്താൻ പറ്റൂ. മുട്ട വിരിഞ്ഞ് പതുക്കെ പറഞ്ഞിട്ടല്ലേ പറ്റൂ. അപ്പോൾ അതിനൊരു സഹകരണം വേണം. ഓക്കെ, താങ്കൾ പറഞ്ഞ് വളരെ ശരിയാണ്. സർവ്വവും നമ്മുടെ ഗുരുവാണ്, ഒന്നിനെയും മാറ്റി നിർത്താൻ പറ്റില്ല. ആ തലത്തിലെത്തിയവർക്ക് ആ തലത്തിലേക്ക് എത്തിക്കാൻ ഗുരുവാണ്. വേണ്ടേ?
അപ്പോൾ ആ തലത്തിൽ എത്തിക്കാൻ തരത്തിൽ വല്ലവരും ഗുരു ഉണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഗുരു അല്ലാത്തതൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുരു എന്താണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒരു നാടൻ ചൊല്ലുണ്ട്, വീണ്ടും ചങ്ങരം തെങ്ങൽ. പർട്ടിക്കുലറായിട്ടൊരു ഗുരു. വെരി ഗുഡ് ആൻസർ, വെരി ഗുഡ് ആൻസർ. അതാണ് സത്യം. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യുന്നില്ല. വിശ്വജീവൻ യോഗ ഒന്ന് വിശദീകരിക്കാമോ? ജീവാത്മാവും പരമാത്മാവും എന്ന് നമ്മൾ പറയുന്ന ആ രണ്ട് എൻറ്റിറ്റിയെ ഒന്നായി കാണുന്നതാണ്. സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടില്ല. രണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അജ്ഞാനമാണ്. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ യോഗാവസ്ഥയിലായിരിക്കണം നമ്മൾ. സത്യത്തിൽ അങ്ങനെയാണ്. അത് തിരിച്ചറിയുന്നതാണ് വിശ്വജീവൻ യോഗ. വിശ്വജീവൻ യോഗയിൽ പ്രത്യേകിച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല. വിശ്വജീവൻ യോഗ വണ്ണസ് അനുഭവിക്കുക. പക്ഷെ ആ തരത്തിൽ നമ്മൾ എത്തിക്കാൻ വേറെ നിങ്ങൾ പറയുന്ന ചടങ്ങുകളില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല. പിന്നെ എങ്ങനെ എത്തും? ഈ എല്ലാം സംഭവിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ നിയതമായ ഒരു നീതിയിലാണ്. എല്ലാം സംഭവിക്കുന്നതിനും കൃത്യമായ ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. കാരണമില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതാരും ഒന്നും ചെയ്തിട്ടല്ല. നമ്മുടെ ധാരണ ഇതെന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടാണ് ഇവിടെ സംഭവിക്കുന്നതാണ്. പക്ഷേ സത്യത്തിൽ നടക്കുന്നത് മുഴുവൻ ഈ യൂണിവേഴ്സിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അത് കൃത്യമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ. അതിന് പർട്ടിക്കുലറായിട്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണ ഒരഹങ്കാരമാണ്. അത് മാറ്റി നിർത്തിയാൽ നമ്മൾ ഈ ഫ്രീ ഫ്ലോ ഓഫ് യൂണിവേഴ്സ് അതിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇത് മാറ്റി നിർത്താനും നമുക്കൊരു ബുദ്ധി വേണം. അത് ഇവിടുന്ന് കിട്ടും. മാറ്റി നിർത്തേണ്ടതില്ല. നമ്മൾ ആ ഫ്ലോയ്ക്കുള്ളിലാണ്, നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഉള്ളിലാണ്. യൂണിവേഴ്സിൽ നിന്ന് അന്യമായി നമ്മളില്ല. താങ്കൾ പറഞ്ഞു വളരെ ശരിയാണ്. അന്യമായിട്ടൊന്നുമില്ല. ഇത് തന്നെയാണ് സകല ശാസ്ത്രങ്ങളും പറയുന്നത്, സകല വേദാന്തവും പറയുന്നത്. വണ്ണസ്, ഏകാത്മബോധം, ഏകാത്മബോധം, ഏകത്വം, ഓൾ ഇൻ അല്ലേ? ഏകമേവ അദ്വിതീയം സത്യം പരം ധീമഹി. അപ്പം ഇത് വാക്കുകളിലെ വ്യത്യാസമുള്ളൂ. വിശ്വജീവനും ഇതും അനുഭവതലത്തിലും അറിവുതലത്തിലും ഒന്ന് തന്നെ. ആകലല്ല, അത് തന്നെ. അതെ, അതാണല്ലോ ഇപ്പോൾ അദ്വൈതം എന്ന് പറയുന്ന ശാസ്ത്രം. ഇത് തന്നെയാണല്ലോ വിശ്വജീവൻ. പക്ഷെ അദ്വൈത തലത്തിൽ ഒരു ജീവൻ എത്തണമെങ്കിൽ താങ്കൾ പറഞ്ഞ മാതിരി അത് സംഭവിക്കുകയാണ്. പക്ഷെ സംഭവിക്കാത്തോടത്തോളം കാലം നമുക്ക് ആരെങ്കിലുമൊക്കെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പം താങ്കൾക്ക് അത്രയും കൃപയുണ്ടാവേണ്ട അത് ഉടനെ സംഭവിച്ചു. അത്രയും കൃപയില്ലാത്തവർക്ക് താന്ന പടിയിൽ നിന്ന് ഭജന ചെല്ലേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടി വരും, അമ്പലങ്ങളിൽ പോകേണ്ടി വരും, തീർത്ഥയാത്ര നടത്തേണ്ടി വരും, ഗുരുവിൻ്റെ സാമീപ്യം വേണ്ടി വരും. എന്നിട്ടേ ഈ ഉയരത്തിലെത്തൂ. അത് താങ്കൾക്ക് എന്തോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ എന്തൊക്കെയോ സുഹൃതം കൊണ്ട് യു ഗോട്ട് ഇറ്റ്. പെട്ടെന്ന് ഗരുഡൻ്റെ മാതിരി വിഹായസിലേക്ക് പറക്കാൻ കഴിഞ്ഞു. പക്ഷെ ഒരു കോഴിയെ സംബന്ധിച്ച് പറക്കണമെങ്കിൽ പാടാ. എന്താ അഭിപ്രായം? അപ്പം ഇതെല്ലാം വേണ്ടേ? ഇത് വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ വേണ്ടൂ. അതെ, അത് വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ട. ഇതെല്ലാം യൂണിവേഴ്സിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒരു പർട്ടിക്കുലർ ആയി പ്രപഞ്ചത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണ്. അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അല്ല, അത് വളരെ ശരി. പക്ഷെ അത് വേണ്ടേ, വേണം എന്നുള്ളൊരു ചിന്ത വരണമെങ്കിൽ ഒരു ബുദ്ധിയോ സുഹൃതം വരണ്ടേ. അത് എവിടുന്ന് വരും? യൂണിവേഴ്സ് തരും, അതാത് സമയത്ത് തരും. ഇപ്പം ഒരു സെക്കൻഡ് ഇതിപ്പോൾ വാദപ്രതിവാദമാവും. അപ്പോൾ ഇതിന് പകരം ഇപ്പം അമ്മയെ സംഭവിച്ചു അല്ലേ? അത് സംഭവിച്ചു. അങ്ങനെ എല്ലാവർക്കും സംഭവിക്കണില്ല. നമ്മളതൊന്ന് സംഭവിച്ചു കിട്ടാൻ കൊണ്ട് തലകുത്തി മറിയാണ്. ഏത്? ഈ ഏകാത്മബോധം, ഈ ഏകത്വം, അഹം ബ്രഹ്മാസ്മി, ഈശാവാസ്യം ഇതം സർവം, ഇങ്ങനെ എന്ത് വാക്ക് പറയാം? ഏകമേവ അദ്വിതീയം. ഇതൊന്നും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ അന്ധകരണത്തിലൊന്നും സംഭവിക്കാൻ കണ്ട് പാടുപെടുകയാണ്. അപ്പോൾ അങ്ങ് പറയുന്നത് വളരെ എളുപ്പമാണെന്ന്. സംഭവിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഈ സംഭവിക്കുന്നത് മുഴുവൻ ഓരോന്നും യൂണിക്കാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ യൂണിറ്റും യൂണിക്കാണ്. പക്ഷേ എല്ലാം ഒന്നാണ് താനും, എല്ലാം ഒന്നാണ്. അപ്പോൾ ആ യുണീക്നെസ്സിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഞാൻ കാണുന്ന പ്രപഞ്ചമല്ല, സാർ കാണുന്ന പ്രപഞ്ചം വ്യത്യസ്തമാണ്. അല്ല, അത് ശരിയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ മനസ്സല്ല താങ്കളുടേത്, എൻ്റെ അന്ധകരണമല്ല താങ്കളുടേത്. എല്ലാ ജീവനും വ്യത്യസ്ത അന്ധകരണമാണ് അല്ലേ? അതിനെ വിശ്വജീവനാക്കി മാറ്റണം. അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്?
അതിനാണ് ഈ വിശ്വയോഗ അല്ലേ അല്ലേ? അപ്പോൾ ഈ പിന്നെ ഒരു മതം എന്താ അതിൻ്റെ അർത്ഥം? മതം എന്ന് പറയാൻ കാരണം ഈ മതചിന്ത വരാൻ കാരണം ഇത് പർട്ടിക്കുലറായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മളൊരു മതത്തിൻ്റെ ഫ്രെയിം വർക്കിൽ പെടുകയാണ് ചെയ്യുക. പിന്നെ അതിലൂടെയാണ് നമ്മൾ വളരാറ്. പക്ഷേ ഞാൻ ആ മതത്തിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്ന് പുറത്തു പോന്നു. മതം എനിക്കില്ല, ജാതിയില്ല, മതമില്ല, പ്രദേശമില്ല. എല്ലാ പരിമിതമായ ചിന്തകളും വിട്ട് അപരിമേയമായ ഒരു ലോകത്തേക്ക്, ഈ പ്രപഞ്ചത്തെ ഒന്നായി കാണുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ സ്വയം വളരുകയാണ് ഉണ്ടായത്. അത് സെൽഫായിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയതാണ്. ആ സെൽഫ് ഇൻസ്പിറേഷനുള്ള ഞാൻ ഇൻസ്പയർഡായി ഞാൻ ട്രാൻസ്ഫോംഡ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ തലയ്ക്ക് എത്താൻ കഴിഞ്ഞത്. ഇതെത്തിച്ചതിന് പിന്നിൽ ഞാൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫോമാണ്. ഒരു എൻറ്റിറ്റി ഇല്ല. ഈ ചെയറിലിരിക്കുന്ന ഞാനല്ല ഞാനെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫോമാണ്. അത് യൂണിവേഴ്സാണ് ഫ്രെയിം ചെയ്യുന്നത്. യൂണിവേഴ്സിന് നിയതമായൊരു കാരണമുണ്ട്. ആ കാരണത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം ഇവിടെ ശരിയാണ്, തെറ്റൊന്നും സംഭവിക്കുന്നില്ല. തെറ്റ് എന്ന് പറയാൻ കാരണം ശരി എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ എല്ലാം ശരിയാണെന്ന് അറിയുമ്പോൾ തെറ്റില്ലാതാവും. പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പ്രകാശം ഉള്ളിടത്ത് ഒരിക്കലും ഇരുട്ടുണ്ടാവില്ല, ഇരുട്ടുള്ളിടത്ത് പ്രകാശവും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എല്ലായിടത്തും പ്രകാശമാണ് ധരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിനെ പറ്റി ചിന്തിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ താങ്കളെ അമ്മ, എന്നെ, ഈ കുട്ടികളെ, ഈ ടീച്ചറൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരും യുണീക്കായ മാനിഫെസ്റ്റേഷൻസാണ്. എല്ലാത്തിനെയും ഞാൻ അതിൻ്റെതായ മഹത്വത്തിൽ കാണുന്നു. എന്താണ് ആ മഹത്വം? മഹത്വം എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിനും ഈ പ്രപഞ്ചം നൽകുന്ന വാല്യൂ, അതിനെ ആസ് ഇറ്റ് ഈസ് കൃത്യമായി കാണുന്നു. ഒരു മൈന്യൂട്ട് പോലും കുറവില്ലാതെ, ഒന്നും കുറഞ്ഞു കാണാറില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ രണ്ടില്ലാത്ത പരമസത്യമായിട്ട് കാണുന്നു എന്നർത്ഥം. രണ്ടില്ലാത്ത പരമസത്യമായിട്ട് കാണുന്നു. എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള പരമമായ ആ പൊരുൾ, ആ പ്രകാശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ നമുക്ക് കാണാൻ കഴിയണം, അനുഭവിക്കാൻ കഴിയണം. അപ്പോൾ താങ്കളുടെ ഇതിൽ ഞാൻ വായിച്ചു, പ്രപഞ്ചം നമ്മളാണ് ഉണ്ടാക്കുന്നത്. വളരെ ശരിയാണത്. നമ്മളുടെ പ്രപഞ്ചം നമുക്കാണ്, എൻ്റെ പ്രപഞ്ചം താങ്കൾക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രപഞ്ചമാണെങ്കിലും നമ്മൾ അതിനെയൊക്കെ വിശ്വജീവനാക്കി മാറ്റണം, എന്നാലേ പരമസത്യം അനുഭവിക്കാൻ പറ്റൂ, അല്ലേ? അതായത് നമ്മൾ ജീവൻ എന്ന് പറയുന്നതും ആത്മാവ് എന്ന് പറയുന്നതും ചൈതന്യം എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നും വ്യത്യസ്തമല്ല. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സയൻസ്, ആസ് പെർ സയൻസ് ഇവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതുമുണ്ട്. എൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെ ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാത്തിനും ജീവനുണ്ട്. പ്രപഞ്ചം ഒരു ജീവനുള്ള കൺസെപ്റ്റാണ്. ജീവനില്ലാത്തതായിട്ട് ഒന്നും ഇവിടെ ഇല്ല, എല്ലാത്തിനും ജീവനുണ്ട്. അതുകൊണ്ടാണ് വിശ്വജീവൻ എന്ന് പറയാൻ കാരണം. ആസ് പെർ സയൻസ് ഇത് ശരിയല്ല. അപ്പോൾ ഇവിടെ വളരെ ശരിയാണ് പറഞ്ഞത്. ഇപ്പം നമുക്കൊരു മന്ത്രമുണ്ട് ഇല്ലേ, ഈ രണ്ടും പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നാണെന്ന് പറയുന്നൊരു ഒന്നാണെന്ന് പറയുന്നൊരു മന്ത്രമുണ്ട് നമുക്ക്. എന്നോ ഞാൻ ഇപ്പം മറന്നു. അപ്പോൾ അത് ആ ഒരു അർത്ഥം തന്നെയാണ് വിശ്വജീവൻ, അല്ലേ? ഇത് സമൂഹത്തിൽ അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്? സത്യത്തിൽ ഇത് ആരും ഉൾക്കൊള്ളും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അത്ര കഠിനമാണ്. ഈ ഒരു തിയറിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ പല തലങ്ങളിലൂടെ കടന്നിട്ട് വേണം വരാൻ എന്നുള്ളത് സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഒരു കുപ്പത്തൊട്ടിയിലെ ഒരു പുഴു ഒരു ചിത്രശലഭമായി മാറുന്നതിന് ഒരു പ്രോസസ്സുണ്ട്. അതാരും ഒന്നും ചെയ്തിട്ടല്ല ചെയ്യുക. ഒരു കൊക്കൂണിനുള്ളിൽ ആ പുഴു കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ട്രാൻസ്ഫോം ആയി മാറുകയാണ്. സെൽഫ് ഇൻസ്പയർഡായി, ട്രാൻസ്ഫോംഡായി, ചിത്രശലഭമായി. പിന്നെ ഒരു കാരണവശാലും അത് കുപ്പത്തൊട്ടിയിലേക്ക് പോകുന്നില്ല, പൂന്തോട്ടത്തിലേക്ക് പോകുന്നു. അത് ട്രാൻസ്ഫോർമേഷനാണ്. അതേപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ യൂണിറ്റിനും വേണ്ടി ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ ഇൻസ്പയർഡ് ആയിരിക്കണം, അത് സെൽഫ് ഇൻസ്പയർഡ് ആയിരിക്കണം. അപ്പോൾ സാർ സെൽഫ് ഇൻസ്പയർഡ് ആണെങ്കിൽ സാറിന് എന്തുമാകാൻ പറ്റും. ആരാൾ സെൽഫ് ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. ഞാനിങ്ങനെ ഈ കാര്യത്തിൽ, ഈ ആത്മീയ വിഷയത്തിൽ, ഈ സ്പിരിച്വാലിറ്റിയിൽ സെൽഫ് ഇൻസ്പയർഡ് ആയതുകൊണ്ട് മാത്രം നടന്ന കാര്യങ്ങളാണിത്. ഇതേമാതിരി സെൽഫ് ഇൻസ്പയർഡ് ആയ ഒരു വേറെ വ്യക്തികൾ, ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടോ? അല്ല, അത് അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വ്യത്യസ്ത നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. സാർ അനുഭവിക്കുന്ന ആനന്ദത്തെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് സാർ ആനന്ദം അനുഭവിക്കുന്നില്ലെന്ന് പറയുന്നത് വിഡിത്തമാണ്. സാർ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ സാറ് പോലും തിരിച്ചറിയുന്നുണ്ടാവില്ല അത്. അപ്പം ഞാൻ അനുഭവിക്കുന്നതിനെ പറ്റി ഞാനിങ്ങനെ തുറന്നു പറയുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിഡ്ഢി എന്ന് വിളിക്കാം, കാരണം തുറന്ന് പറയുന്നതുകൊണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മളെല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇത് ഉണ്ട്. അനുഭവിക്കാതിരിക്കാനാകില്ല. പക്ഷേ അനുഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ
ഇല്ല, അത് പരസ്യമായി പറയാനുള്ള ധൈര്യവുമില്ല. അപ്പോൾ ഇവിടെ ഏകവും അദ്വൈതവുമായ പ്രപഞ്ചം, അതാണ് വിശ്വജീവൻ അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ബ്രഹ്മവും, ഒരു വ്യത്യാസവും. പിന്നെ വിശ്വജീവൻ യോഗ അതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേറെ ഒന്നുള്ളത് ഇത് തന്നെയാണ് താങ്കൾ പറഞ്ഞ വിചാരമാർഗം. ഇപ്പോൾ ഇതിലേക്ക് കടക്കാൻ യോഗ സാധനങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് ഇപ്പോൾ വേറെ വാക്ക് പറഞ്ഞ വിചാരമാർഗം. അവിടെ വിളക്ക് കത്തിച്ച് വെക്കണ്ട, വേറെ യോഗ സാധനങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല, ഒന്നുമില്ല, ആ മനസ്സ് മാത്രം മതി. അപ്പോൾ ഇതും അതും ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. ആ വിശ്വജീവനും ഈ വിചാരമാർഗവും അതെ, അതിന് സംശയമില്ല. ഏകമേവ അദ്വിതീയം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം പറഞ്ഞിട്ടുണ്ട് ഏകമേവ അദ്വിതീയം. അപ്പോൾ ഇത് പുറമേക്ക് വ്യത്യാസമായി തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സെയിം തത്വത്തിൽ സത്യത്തിൽ ഒന്ന് തന്നെയാണ്. അതെ, ആ തത്വം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം ഉണ്ടാവില്ല. അതല്ലേ മനസ്സിലാക്കണ്ടോ? അതെ, പകയുണ്ടാവില്ല. ഇത്തരം ഈ നെഗറ്റീവായിട്ടുള്ള, അതല്ലെങ്കിൽ ഇത്തരം വിരുദ്ധമായ ചിന്തകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എനർജി തലത്തിൽ ഉയരാൻ കഴിയും. എനർജി തലത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ബോധ്യമാകും. അങ്ങനെ ഇതിനെ ബോധ്യമാകുക, അതല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ ഒരു ഏകമായ, അതായത് വിഭജിക്കാനാകാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക് എത്താനാകും. നമ്മുടെ മനസ്സിനെ എത്തിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് തിരിച്ചു വരാനാകും. ഈ പ്രപഞ്ചത്തിന് നടുക്കിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിന് നടുവിലിരിക്കുന്ന യൂണിറ്റാണ്. നമുക്ക് പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക് എല്ലാവർക്കും പോകാൻ കഴിയും, തിരിച്ചു വരാനും ആകും. അങ്ങനെ ഈ പ്രപഞ്ചം ചലിക്കുന്നതിനനുസരിച്ച് ചലിക്കുന്ന ഒരു പ്രാപഞ്ചിക യൂണിറ്റാണ് ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിയും, ഓരോ ആറ്റവും. അവസാനം എത്തി ഇത് എനർജി മാത്രമായി തീരും. അത് വളരെ ശരി. ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ E=mc², ആ സകലത് എനർജി എന്നറിഞ്ഞുകൊണ്ട് അവിടെ എത്തിയാൽ പോരാ. നമ്മൾ എനർജി എന്നറിഞ്ഞതുകൊണ്ട്, ബുദ്ധിതലത്തിൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആനന്ദം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ വിശ്വജീവനിൽ ആ പരമമായ ആനന്ദം കൂടി അനുഭവിക്കുന്നുണ്ട്. ആനന്ദം അനുഭവിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളറിഞ്ഞ സകല എനർജിയായി ജസ്റ്റ് ഒരു ബ്രെയിനിലെ നോളേജ് ആവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കടന്നു പോകുന്നുണ്ട് വിശ്വജീവൻ. ഈ എനർജി തിയറിയിൽ നിന്ന് ഒന്നുകൂടി മുകളിലോട്ട് പോകുന്നുണ്ട്. കാരണം ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ഇത് ട്യൂൺ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. അല്ല, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. അതെ, തീർച്ചയായിട്ടും അവിടെയല്ലേ നമ്മൾ എത്തേണ്ടതും, ഓരോ ജീവനും. ഓക്കെ, ആ തിരിച്ചറിവിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അഭ്യാസങ്ങളില്ലാതെ, പിന്നെന്താ, ചിട്ടപ്പെടുത്തലില്ലാതെ, ആചാരങ്ങളില്ലാതെ, ഇത് വിചാരമാർഗം, ഇതൊന്നു തന്നെ. നമ്മളത് ബോധിക്കുകയും വേണ്ടോ, നിങ്ങൾ പറഞ്ഞ മാതിരി. ഓക്കെ, ഇനി സ്പിരിച്വൽ കൗൺസിലിംഗ്, അതിനെപ്പറ്റി ഒന്ന്. സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ മനസ്സിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവിയൽ എന്ന് പറഞ്ഞ സാധനം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അറിയാം. അവിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതൊരു കറിയാണെന്ന് അറിയാം, അതിൻ്റെ രുചിക്കൂട്ട് അറിയാം, നമ്മുടെ സ്വാദു മുകളങ്ങൾക്ക് തിരിച്ചറിയാനാകും. പക്ഷേ ഒരു സായിപ്പിനോട് അവിയൽ എന്ന് പറഞ്ഞാൽ സായിപ്പിന് മനസ്സിലാവില്ല. കാരണം ആ സായിപ്പിൻ്റെ സബ്ജക്റ്റീവ് മൈൻഡിൽ ഈ അവിയൽ ട്യൂൺ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം ഞാനത് ട്യൂൺ ചെയ്ത് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളത് ട്യൂൺ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അവിയൽ തിരിച്ചറിയാം, അല്ലെങ്കിൽ സാമ്പാർ തിരിച്ചറിയാം. അതേപോലെ നമ്മുടെ സബ്ജക്റ്റീവ് മൈൻഡിൽ എന്ത് ട്യൂൺ ചെയ്ത് വെക്കണോ അത് നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ആവും. ഉദാഹരണത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്കും മെക്കാനിക്കൽ ക്ലോക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറയാം. ഒരു മെക്കാനിക്കൽ ക്ലോക്കിൽ 10:10 അലാറം സെറ്റ് ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ട് അടിക്കും. അത് 10:09 10:11 ആവില്ല. പക്ഷേ ബയോളജിക്കൽ ക്ലോക്കിൽ അത് കൃത്യമാകണമെന്നില്ല. കാരണം സെറ്റിങ്സ് ശരിയല്ല. സെറ്റിങ്സ് ശരിയായി കഴിഞ്ഞാൽ കൃത്യമായി പ്രവർത്തിക്കും. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്കും മെക്കാനിക്കൽ ക്ലോക്കും കൃത്യമാണ്. പക്ഷേ ബയോളജിക്കൽ ക്ലോക്ക് മിക്കപ്പോഴും കൃത്യമായി പ്രവർത്തിക്കാതിരിക്കാൻ കാരണം സെറ്റിങ്സ് ശരിയല്ല. ഇൻപുട്ട് തെറ്റിയാൽ ഔട്ട്പുട്ട് മാറും. പ്രപഞ്ചത്തിലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. സൂര്യൻ, ചന്ദ്രൻ, എവറിത്തിങ്, ഇവിടെ ഒരു വേം അടക്കം അല്ലേ, ആ ഒരു ലോ ഓഫ് നേച്ചർ അതനുസരിച്ചിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം മനസ്സിലായി. ഇനി അടുത്തത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേറ്റീവ് മോട്ടിവേഷൻ, അത് കണ്ടു ഞാൻ. അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ട്രാൻസ്ഫോർമേറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനും സാറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇപ്പോൾ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ഒരാളിവിടെ ഇല്ല. എല്ലാവർക്കും സ്പിരിച്വാലിറ്റി ഉണ്ട്. സ്പിരിച്വാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം അനുഭവിക്കാനുള്ള ഒരു പാന്താവ് തുറന്നു കിട്ടും.
ആനന്ദം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതിന് ഒരു ട്യൂണിങ് വേണം. ആനന്ദം എന്തെന്നറിയണം. ആനന്ദം എന്ന് പറയുന്നത് എന്തിനേയും ആസിറ്റീസ് കാണാനും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും ആകുന്നവർക്ക് ആനന്ദം ഉണ്ടാകും. വൺസ് മോർ, വളരെ അർത്ഥവത്തായൊരു സെൻറ്റൻസ് ആണ് മനസ്സിലാക്കുന്നവർക്ക്. എനിക്കത് മനസ്സിലായി, ഒന്നുകൂടി പറയാമോ? ആനന്ദം എന്നുള്ളത് ഓരോ വസ്തുവിനെയും ആസിറ്റീസ് കാണാനും ഉൾക്കൊള്ളാനും അനുഭവിക്കാൻ കഴിയണം. കാരണം ഇന്ന് നമുക്ക് പറ്റുന്ന അപാകത ആസിറ്റീസ് നമ്മൾ കാണാൻ പഠിച്ചിട്ടില്ല. നമ്മളൊരു ചെയറിനെ കണ്ട ചെയറായിട്ടേ കാണുന്നുള്ളൂ, അത് പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് കാണാൻ നമ്മൾ പഠിക്കണം, അല്ലേ? തീർച്ചയായിട്ടും. എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം, അതല്ലെങ്കിൽ ആ സ്പിരിറ്റിനെ ഉൾക്കൊള്ളാനാകാത്തവർക്ക് ആ സ്പിരിറ്റിൻ്റെ എഫക്റ്റ് കിട്ടില്ല. ആ സ്പിരിറ്റിലൂടെയാണ് നമുക്ക് ആനന്ദം കിട്ടുന്നത്. അപ്പോൾ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന എല്ലാവർക്കും കഴിയും. അതിന് നമുക്കെന്ത് വേണം? ഒരു സ്പിരിച്വൽ അവെയർനെസ് വേണം. ഈ സ്പിരിച്വൽ അവെയർനെസ്സിലൂടെ നമുക്ക് എന്തുണ്ടാവും? സെൽഫ് ഇൻസ്പിറേഷൻ ഉണ്ടാവും. സെൽഫ് ഇൻസ്പിറേഷനിലൂടെ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ വ്യക്തിയിലും ഉണ്ടാവും. കാരണം ഓരോ ജീവനിലും, ഓരോ വ്യക്തിയിലും, ഓരോ ശരീരത്തിലും, ഓരോ സെല്ലിലും ഇത് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഗുരു ആണ് ഉണർത്തുന്നത്. ഗുരു എന്ന് പറഞ്ഞ പരബ്രഹ്മമാണ്. ഈ പരബ്രഹ്മം ഇത് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. പരബ്രഹ്മം കറക്റ്റാണ്. പക്ഷെ ആ പരബ്രഹ്മം തന്നെ ഒരു മനുഷ്യരൂപത്തിൽ ഒന്ന് ഉണർത്തുന്നത് സ്വന്തം ഉള്ളിൽ നിന്ന് ഉണർത്തുക. രൂപത്തിൽ ഒരു കാര്യവുമില്ല. ഏത് രൂപത്തിലാണെങ്കിലും സംഭവിക്കുന്നതിനൊരു കാരണമുണ്ട്. ഈ കാരണം അതാത് സമയങ്ങൾ കൃത്യമായി നിയതമായി സംഭവിക്കും. ഈ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിലാണ് നമുക്ക് വിജയം. ഇപ്പം ഞാൻ സമ്പന്നനാകണമെങ്കിൽ എൻ്റെ തോട്ട് സമ്പന്നതയിലേക്കാണെങ്കിൽ ഞാൻ സമ്പന്നതയിലേക്ക് എത്തും. ഇപ്പോൾ ഈ ലോകത്തുള്ള ആളുകൾ മുഴുവൻ ദരിദ്രരായിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ദാരിദ്ര്യത്തിലേക്ക് പോകും. ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ധനത്തിലേക്ക് പോകും. അതോടൊപ്പം രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്, അവർ രോഗികളായി മാറും. യദ്ഭാവോ തദ്ഭവതി. അപ്പോൾ അങ്ങയുടേത് വളരെ സയൻറ്റിഫിക്കായിട്ട് ടോപ്പ് തന്നെ പറയല്ല, ടോപ്പാണ്. അപ്പോൾ ഇതിലൂടെ പോകുന്നവർക്ക് ഈ താഴ്ന്ന തലം എന്ന് പറയുന്നത് ശരിയല്ല. വേറെ സാധന രീതി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടും? ഇപ്പോൾ ഭജന ചൊല്ലുക, പ്രാർത്ഥന ചെയ്യുക. ഏത് ആചാരമാണെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു പ്രശ്നമില്ല. എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എല്ലാത്തിനെയും ആസിറ്റീസ് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ഞാനൊരു പ്രപഞ്ചത്തെ ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് കാണുന്നു. സൂപ്പർ മാർക്കറ്റിൽ ഉള്ളത് മുഴുവൻ നല്ലതാണ്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. എനിക്ക് വേണ്ടാത്ത ഞാൻ സെലക്ട് ചെയ്യാറില്ല. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ ആവശ്യമുള്ളത് നമുക്ക് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാം. ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യാറില്ല. അതെ, എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം സ്വീകരിക്കുന്നവരുണ്ട്. ഒരാൾ എടുക്കുന്നത് ഒരു സാധനമാവും, മറ്റൊരാൾ വേറെ സാധനമാവും. എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അത് തെറ്റല്ല. വിശ്വജീവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓൾ ഇൻ വൺ, വൺ ഇൻ ഓൾ എന്നൊരു കൺസെപ്റ്റ് എത്തും. എല്ലാം ഏകമാണെന്നുള്ള ചിന്ത വരും. ഏകമേവ അദ്വിതീയ, അദ്വയം. വെരി നൈസ്. പിന്നെ ഞാൻ താങ്കളുടെ കോട്ടിങ്സൊക്കെ ഇടയ്ക്ക് നോക്കലുണ്ട്. വളരെ വളരെ അർത്ഥവത്താണത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഇഷ്ടമാണ് തന്നെയാണ്. ഇത് എന്നെ വളരെ ആകർഷിച്ചു. നിറയാത്തത് എന്തും ശബ്ദം ഉണ്ടാക്കുന്നു, നിറഞ്ഞിരിക്കുന്നത് എന്തും നിശബ്ദമാണ്. അതുതന്നെയാണ് വിശ്വജീവൻ. അതുതന്നെയാണ് ശ്രീരാമകൃഷ്ണദേവൻ വേറൊരു ഉദാഹരണത്തിൽ കൂടി പറഞ്ഞു. ഒരു കുടത്തിൽ വെള്ളം നിറയുന്നവരെ കൂടുന്നുണ്ടാവും. നിറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് ഓഫ് ചെയ്ത നിശബ്ദം. പിന്നെ ആ ഏകമായ പരമസത്യത്തെ അനുഭവിച്ച് ആനന്ദം അറിയുന്നവന് പിന്നെ എന്ത് ശബ്ദിക്കാനാ? എവിടെ ശബ്ദിക്കാനാ? ആരെ കണ്ട് ശബ്ദിക്കാനാ? ഇതല്ലേ അർത്ഥമാക്കുന്നത് ഇതിലൂടെ? വ്യാവഹാരിക തലത്തിൽ ഇതാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ എങ്കിൽ പാരമാർത്ഥിക തലത്തിലേക്ക് എത്തുമ്പോൾ എല്ലാം ഏകമാണ്, എല്ലാത്തിലും ഒരേ ചൈതന്യമാണ്, എല്ലാം ഒന്നാണ്. അപ്പോൾ മോശമായത് ഇവിടെ ഒന്നുമില്ല. സത്യത്തിൽ ഈ രണ്ട് എൻറ്റിറ്റി, രണ്ട് ഡ്വാലിറ്റി ഇതില്ല. തെറ്റുമില്ല, ശരിയില്ല, നന്മയില്ല, തിന്മയില്ല, പുണ്യമില്ല, പാപമില്ല. ഇതൊക്കെ വെറും നമ്മളുടെ ധാരണകളാണ്. തെറ്റും ശരിയും ഇല്ലാതാകണമെങ്കിൽ, ഇപ്പം എനിക്ക് നന്മയാണ് വേണ്ടതെങ്കിൽ എത്തണം. നന്മയാണ് വേണ്ടതെങ്കിൽ നന്മ യൂണിവേഴ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് നന്മയെ സ്വീകരിക്കാനാകുന്ന തരത്തിൽ ഒരു മാഗ്നറ്റായി ഞാൻ മാറണം. ഒരു മനസ്സ് വേണം. അതിന് മാഗ്നറ്റായി മാറിക്കഴിഞ്ഞാൽ ഈ നന്മ എന്നിലേക്ക് ആകർഷിക്കും. എനിക്ക് തിന്മയാണ് വേണ്ടതെന്ന് ഞാൻ തിന്മയെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തിന്മ എന്നിലേക്ക് വരും. അത് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ സംഭവിക്കുമോ? വേണ്ടതെന്തോ ഇവിടെ റെഡിയാണ്. ഈ യൂണിവേഴ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ റെഡിയാണ്.
മറ്റ് ആധ്യാത്മിക സാധനങ്ങളിലും ആധ്യാത്മികത്തിൽ ഈ വാസനാക്ഷയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താ നിങ്ങളുടേതനുസരിച്ച്? വിശ്വജീവനെ സംബന്ധിച്ചിടത്തോളം ക്ഷയം എന്ന് പറഞ്ഞ ഒന്നില്ല, ഒന്നും ക്ഷയിക്കുന്നില്ല, മാറ്റം മാത്രമേ ഉള്ളൂ. മനുഷ്യനെന്ന് പറയുന്നത് 1 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ സെൽസ് മുഴുവൻ പുനർജനിക്കുന്നുണ്ട്. നമ്മുടെ ഓർഗാൻസ് തന്നെ മാറി പുതിയതായി മാറുകയാണ് ചെയ്യുക, പുതിയ ഓർഗാൻസ് നമുക്കുണ്ടാകുക. അപ്പോൾ നമ്മൾ പുനർജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പാമ്പ് അതിൻ്റെ പടം കൊഴിക്കുന്ന മാതിരിയാണ്, നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഔട്ട്ഡേറ്റഡായി മാറുന്നു. അതിന് മറ്റാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാത്തിനെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല, തെറ്റാണ് ശരിയാണെന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്തോ നല്ലത് അത് നമുക്ക് ശരി, ആ ശരി നമ്മൾ സ്വാംശീകരിക്കുക. മറ്റ് തെറ്റെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. തെറ്റും ശരിയും ഇവിടെ ഇല്ല, നന്മയും തിന്മയും ഇല്ല. നമുക്ക് വേണ്ടതാണ് നന്മ, വേണ്ടാത്തതിന് തിന്മയെന്ന് പറയരുത്. നമുക്ക് വേണ്ടാത്തതാണ്, അതിന് മാറ്റി നിർത്തുക, വേണ്ടത് മാത്രം സ്വീകരിച്ചാൽ മതി. അപ്പോൾ ആ 2 എൻറ്റിറ്റിയെ നമ്മൾ ഒന്നാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് പരിപൂർണ്ണ സുഖം ലഭിക്കും, മനഃശാന്തി ലഭിക്കും, അപ്പോൾ നമുക്ക് ആനന്ദം ലഭിക്കും. ഈ മോക്ഷം, റിയലൈസേഷൻ, എൻലൈറ്റ്മെൻറ്റ്, അതിനെപ്പറ്റി? മോക്ഷം എന്ന് പറഞ്ഞത് നമ്മൾ മോക്ഷം കിട്ടിയവരാണ്, സത്യത്തിൽ നമ്മൾ മോക്ഷം കിട്ടിയവരാണ്. മോക്ഷം കിട്ടേണ്ടത് മരണശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാത്തിലും ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം, എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ അപ്പം മോക്ഷം കിട്ടി. സാറൊക്കെ മോക്ഷം കിട്ടിയ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്, ആ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ആ വണ്ണസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശങ്കരാചാര്യരെ ഒന്നും ഓർമ്മിക്കാതിരിക്കാൻ വയ്യ എനിക്കിവിടെ. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് പുസ്തകം വായിച്ചോളൂ, എന്ത് ആധ്യാത്മിക സാധനങ്ങൾ ചെയ്തോളൂ, ഏത് ക്ഷേത്രത്തിൽ പൊക്കോളൂ, ഏത് തീർത്ഥയാത്രയ്ക്ക് പൊക്കോളൂ, എന്തൊക്കെ ആധ്യാത്മികമായിട്ട് ചെയ്യാണ്ട് എന്തൊക്കെ യോഗങ്ങൾ ചെയ്തോളൂ, ഒരു കാര്യമില്ല. വിത്തൗട്ട് റിയലൈസിങ് വണ്ണസ്, ആ ഏകത്വത്തെ അനുഭവിക്കാതെ ഒരു രക്ഷയില്ല എന്ന് അദ്ദേഹം പറയും. അതിപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ അങ്ങയുടെ കോട്ടിങ്സൊക്കെ വളരെ, അങ്ങയുടെ അല്ല, അങ്ങ് എനിക്ക് അയച്ചു തരുന്നതും വളരെ അർത്ഥവത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണത്. ഇനി നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. താങ്കളോടിപ്പോൾ ഒരു ഭജന ചൊല്ലാൻ പറഞ്ഞ ചൊല്ലില്ലല്ലോ. കാരണം കീർത്തനം ചൊല്ലില്ല, ഭഗവത്ഗീത പുസ്തകം. ഓക്കെ, ഭഗവത്ഗീത എടുത്തെന്നോ ചൊല്ലില്ല. ആ, എന്നാൽ അങ്ങൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു 4 ശ്ലോകം ചൊല്ലി, എന്തിൻ്റെങ്കിലും, കുട്ടിക്കാലത്ത് പഠിച്ചതെങ്കിലും. ഇല്ല, അത് ചൊല്ലില്ല. എന്താ കാരണം വെച്ചാൽ, ചൊല്ലാത്തതിൻ്റെ കാരണം ഞാൻ ഇതുവരെ ചൊല്ലിയത് മുഴുവൻ ശ്ലോകങ്ങളാണ്. ഇനി നമ്മൾ പ്രത്യേകിച്ചൊരു അത് ഏറ്റവും ആ പരമാത്മതലത്തിലാണ് താങ്കൾ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ, കുറച്ച് താഴത്തേക്ക് വന്നിട്ടൊരു ശ്ലോകം ചൊല്ലൂ. ഈ താഴത്തേക്ക് വന്നിട്ട് ശ്ലോകം ചെല്ലുക എന്ന് പറഞ്ഞാൽ, ഈ ഞാനിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ശ്ലോകമാണ്, അതിനകത്ത് ഡിഫറൻസ് ഒന്നുമില്ല. ഈ ശ്ലോകമെന്നോ വാക്യമെന്നോ വാചകമെന്നോ പ്രസംഗം ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു ശ്ലോകം ചെല്ലുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലില്ല. എല്ലാം എനിക്ക് ഈ ഒരു സൗണ്ട് പോലും എനിക്ക് എന്താണ് ബ്രഹ്മമായാണ് തോന്നുന്നത്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ആ തലത്തിലേക്ക് എത്താൻ ക്ലാസിഫിക്കേഷൻ ഇല്ല, ശ്ലോകം എന്നൊരു ക്ലാസിഫിക്കേഷനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്ലോകം ചെല്ലുന്നില്ല, ഒന്നും കരുതരുത്. ഞാൻ ചെല്ലാത്തതിൻ്റെ കാരണം ഈ ശ്ലോകം എന്ന് പറയുന്നതും പ്രസംഗം എന്ന് പറയുന്നതും പ്രഭാഷണം എന്ന് പറയുന്നതും എല്ലാം ഒരേപോലെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചൊല്ലിയത് മുഴുവൻ ശ്ലോകമാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഏറ്റവും ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങളെ ഇമേഴ്സ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇനി എനിക്ക് ആവശ്യമില്ല, പൊയ്ക്കോ, വേണ്ട ഇനി അത്. പക്ഷെ അതിന് വളരെ ആദരവോടുകൂടി, അതാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. ഗണപതിയൊക്കെ അതേമാതിരി ഭാഗവതമായാലും ഭാരതമായാലും ഭഗവത്ഗീതയായാലും സത്യം ഉറച്ചു കഴിഞ്ഞാൽ ഭാഗവതം അല്ല എന്ന് പറയുന്നുണ്ട്, ഭഗവത്ഗീത അല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആ പരമാത്മ തത്വത്തിൽ വിവരിക്കുന്നത്. എന്നാൽ വ്യവഹാരികത്തിൽ ഇതൊക്കെ വേണ്ടേ? ഒരു കല്ലിനെ നമ്മൾ ഒരു വിഗ്രഹം ആക്കി മാറ്റുമ്പോഴാണ് നമ്മൾ അതിൽ ചൈതന്യം ഉണ്ടാക്കാൻ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് വിഗ്രഹത്തിൽ ആരാധിക്കുന്നത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം സാറ് സത്യത്തിലൊരു വിഗ്രഹമാണ് എന്ന് എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ വിഗ്രഹമാണ്. അത് വിഗ്രഹം കൃഷ്ണൻ്റെ വിഗ്രഹമാണെങ്കിൽ കൃഷ്ണൻ്റെ, ശിവൻ്റെ ആണെങ്കിൽ ശിവൻ്റെ, ഏതൊരു വിഗ്രഹമാണോ അതാക്കി മാറ്റാൻ എനിക്ക് കഴിയും. വളരെ എളുപ്പമാണത്. അപ്പോൾ സാറൊരു വിഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സാറിൽ ചൈതന്യമുണ്ട്, അത് ഏത് വേണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്യുക.
അത് ഏത് മണിക്ക് മാറാം. ഇവിടെ എനർജി മാത്രമേ ഉള്ളൂ. എനർജി ഏത് സമയത്തും എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന എനർജി ശരിയെന്നും ഇന്നത് തെറ്റൊന്നുമില്ല. ഏതായാലും എനർജിയാണ്, അതൊന്നാണ്. എല്ലാം വേഗത, പ്രകാശ വേഗതയിലാണ്. പക്ഷെ പല കണങ്ങൾക്കും പല പേരുകൾ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഭ്രമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നാണ്. അവിടേക്ക് എത്തേണ്ടത്, അത് സമ്മതിച്ചു. അതാണ് പരമസത്യവും. അപ്പോൾ ഇവിടെ താങ്കൾ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കലുണ്ടോ? ഞാൻ ക്ലാസ് എടുക്കലുണ്ട്. പക്ഷേ ഞാൻ ക്ലാസ് എടുത്താൽ മനസ്സിലാവില്ല ആർക്കും. എന്താ സമയം സാറിപ്പോൾ ചോദിച്ച മാതിരി ശ്ലോകം ചൊല്ലിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവായ ഒരു ചിന്ത, ആ ചിന്ത ഉണ്ടാകുക. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റിവിറ്റി ഇല്ല. നെഗറ്റീവും പോസിറ്റീവും സത്യത്തിലില്ല. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനെയാണോ സ്വീകരിക്കുന്നത് അത് പോസിറ്റീവും, നമ്മൾ നിരാകരിക്കുന്നത് നെഗറ്റീവുമാണ്. അല്ല, അത് ശരി. എന്നാലും താങ്കളുടെ ഈ അറിഞ്ഞ, അനുഭവിച്ച ഈ പരമമായ അറിവ്, സത്യം, അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ലേ? കൊടുക്കാൻ കഴിയില്ല. കാരണം ആനന്ദം അനുഭവിക്കേണ്ടതാണ്, ഇത് സ്വയം തിരിച്ചറിയേണ്ടതാണ്. മറ്റൊരാൾക്ക് തിരിച്ചറിയിക്കാനായിട്ട് ഒന്നും ചെയ്യാൻ, ഇതൊരിക്കലും മോട്ടിവേഷനിലൂടെ തിരിച്ചറിയിപ്പിക്കാൻ കഴിയില്ല. ഓരോ വ്യക്തിയിലും സ്പോണ്ടേനിയസ് സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുന്നതിന് എന്താ, അതാണ് ഈ ക്ലാസ് എടുക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു പക്ഷേ ഞാൻ പറയുന്ന തിയറി സാറിന് പെട്ടെന്ന് മനസ്സിലായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ സാറിൽ നടക്കും. അതിന് എനിക്കൊരു പങ്കാളിത്തമില്ല. ഈ യൂണിവേഴ്സ് ചെയ്യുന്നതാണത്. അതേമാതിരി യൂണിവേഴ്സിൽ ആവശ്യമായ സമയത്ത് ആവശ്യമായതൊക്കെ ചെയ്യും, വേണ്ടതൊക്കെ ചെയ്യും. മധുരം നമുക്ക്, പക്ഷെ ആ മധുരം അനുഭവിപ്പിക്കാൻ ഒരു ജിലേബി ഒരാളുടെ വായിൽ വെച്ച് കൊടുത്തോണ്ട് തെറ്റൊന്നുമില്ല. അപ്പം അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ കഴിയും. വെറുതെ ജിലേബി മധുരമാണ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ജിലേബി നിങ്ങൾ എടുക്കൂ, ഒരാളുടെ വായിൽ വെച്ച് കൊടുക്കൂ. ഇതുമാതിരി തന്നെ ഈ ആധ്യാത്മിക തത്വങ്ങൾ വായ വരെ വെച്ച് കൊടുത്തൂടെ? നമുക്ക് വായ വരെ വെച്ച മനസ്സിൽ വരെ വെച്ച് കൊടുത്തൂടെ? അതിന് ആ ചോദ്യത്തിന് ഉത്തരം, സത്യത്തിൽ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് തന്നെ വളരെ നിയതമായ രീതിയിലാണ്. ഇവിടെ ഒരു തെറ്റില്ലല്ലോ. അപ്പോൾ സാറിന് എന്താണ് കിട്ടേണ്ടത് അതാ കിട്ടേണ്ട സമയത്ത് കിട്ടും. അതാരും പ്രത്യേകിച്ച് കൊണ്ടേ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ ധാരാവിയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ചേരി പ്രദേശത്ത് പെട്ടെന്ന് ഈ കോവിഡ് വന്ന് എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മരിച്ചില്ല. അവിടെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാത്ഭുതമാണ്. ഇത് മനോഹരമായ സുന്ദരമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കാനും ഇങ്ങനെ ആനന്ദത്തോടെ നമുക്ക് സുഖമായി ജീവിക്കാനും കഴിഞ്ഞ ആ മഹാഭാഗ്യത്തെ നിർവൃതിയോടുകൂടി നമ്മൾ അയവിറക്കാണ് വേണ്ടത്. ഓരോ നിമിഷവും പ്രഷ്യസാണ്. ഞാൻ ഇന്നലെയെപ്പറ്റി ചിന്തിക്കാറില്ല, നാളെയെപ്പറ്റി തീരെ ചിന്തിക്കാറില്ല. നാളെ ഒക്കെ ഒരു മിസ്റ്ററിയാണല്ലോ, ഇന്നലെ ഒരു ഹിസ്റ്ററിയാണല്ലോ. ഇന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നെനിക്ക് റിയാലിറ്റി ആയിട്ടുള്ളത്. ആ റിയാലിറ്റിയാണ് തുടരുന്നത്. എന്നും ഇന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും വില്ലിനും അമ്പനും അടുക്കില്ല. ഓക്കെ, പ്രേക്ഷകരിത് കാണുന്നുണ്ട് ഇനി. അപ്പം നമ്മളെന്തായാലും ഉഷാറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റാണ്, കുറച്ചും കൂടി ലളിതമായിട്ട് വന്നിട്ട് കുറച്ചും കൂടി ഈ അമൂല്യമായ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തരത്തിൽ താങ്കൾ ഒന്ന് കീഴ്പോട്ട് വന്ന് കുറച്ച് ഭജനയൊക്കെ പാടിയോണ്ട് ഒരു തെറ്റുമില്ല. അപ്പോൾ സാറ് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. അത് ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ ശ്രമിക്കാം. പക്ഷേ പിന്നെ ബേസിക്കായിട്ടുള്ള എൻ്റെ തിയറി പ്രകാരം അതൊന്നും വേണ്ട എന്നുള്ളതാണെങ്കിൽ കൂടി സാറ് പറഞ്ഞതുകൊണ്ടും സാറിൻ്റെ സജഷൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ബേസിക്കായിട്ടത് വേണ്ട, പക്ഷേ അത് അനുഭവിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജിലേബി മധുര എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവരുത്. അതൊന്ന് വായിൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതേമാതിരി സാറിനും അവപ്പോൾ ഒരു ഭജന ചൊല്ലിയ, ഒരു പ്രാർത്ഥന ചൊല്ലിയ ഒരു തെറ്റുമില്ല. ചോദിച്ചാൽ പറയും എൻ്റെ തിയറിക്ക് എതിരല്ല, ഇത് ചെയ്യുന്നത് മറ്റുള്ളവരിൽ അവരെ ആദ്യം അവിടേക്ക് എത്തിക്കാനാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഗഹനമായ വിഷയത്തിൽ നിന്നൊന്ന് ചെറുതായിട്ട് വ്യതിചലിക്കാം. ഞാൻ താങ്കൾക്ക് സ്വാഗതം പറയുന്നതിൻ്റെ മുമ്പേ പറഞ്ഞു, ഈ ഗ്രാമദീപാശ്രമത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിലമ്പൂരമ്മ അല്ലെങ്കിൽ ദേവകി ടീച്ചർ എന്ന് വിളിക്കുന്ന അവരെ ആദ്യമായിട്ട് ദർശിച്ചത് എപ്പോഴാണ്? എന്തായിരുന്നു അനുഭവം? ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ദേവകി ടീച്ചറെ ഞാൻ കാണാൻ വന്നപ്പോൾ ഒറ്റ ദർശനത്തിൽ തന്നെ അമ്മയുടെ പ്രകാശം എന്നിലേക്ക് പതിച്ചു. അമ്മ സെൽഫ് ഇൻസ്പയർഡായി ആത്മീയമായി ഉയർന്ന ആളാണ്. സത്യത്തിൽ പലരും പറയാറുണ്ട് ആ ഗുരുവുണ്ട് ഈ ഗുരുവുണ്ടെന്നൊക്കെ. സത്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയ്ക്ക് ഒരു ഗുരുവില്ല. ഈ പ്രപഞ്ചത്തിലെ സത്യത്തിൽ ഈ ബ്രഹ്മമാണ് പരബ്രഹ്മമാണ് അമ്മയുടെ ഗുരു. പരബ്രഹ്മം അമ്മയെ ഇങ്ങനെ ഉയർത്തിയെടുത്തതാണ്. ആ ഉയർത്തിയെടുത്ത അമ്മയിൽ നിന്ന് ഒരു 5 മിനിറ്റ് അമ്മയോടൊപ്പം ചെലവഴിച്ചാൽ അമ്മയിൽ നിന്നുള്ള ആ പ്രകാശം നമ്മളെ
കൂടുതൽ പ്രകാശവാനമാക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞാൻ പലപ്പോഴും അമ്മയെ കാണാൻ വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അമ്മയുടെ പ്രകാശം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൂര്യന് നമുക്ക് ഉദിക്കുമ്പോഴാണ് സൂര്യപ്രകാശം കിട്ടുക, രാത്രി കിട്ടില്ലല്ലോ. അതുകൊണ്ട് അതേപോലെ തന്നെ അമ്മയിൽ നിന്ന് എനിക്ക് അമ്മയുടെ ആ ഒരു പ്രകാശം, ആത്മപ്രകാശം ദർശിക്കുക, ആ അനുഭൂതി അനുഭവിക്കുക, അത് റിയലൈസ് ചെയ്യുക, അതിനുവേണ്ടി മാത്രമാണ് വരുന്നത്. അപ്പോൾ ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് എനിക്ക് എന്നും ഒരേപോലെ ഒരു മാറ്റമില്ലാതെ, സാധാരണ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും പല പൊരുത്തക്കേടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ന് വരെ ഒരു പൊരുത്തക്കേട് ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പോലും അതിന് ഒന്നും വരാറില്ല. അമ്മ എല്ലാം ക്ഷമിക്കാറുണ്ട്, സഹിക്കാറുണ്ട്, എന്നോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറാറുണ്ട്. ഞാൻ അതിന് അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അമ്മ കണ്ട മാത്രമേ തന്നെ അങ്ങനെ ഒരു അനുഭൂതി തീർച്ചയായിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് താങ്കളോട് പറയാറുള്ളത്. താങ്കൾ ഈ സമാഹരിച്ച് വെച്ചിരുന്ന ജ്ഞാനമാണ് മറ്റുള്ളവർക്ക് ഒരു അനുഭൂതി വരാൻ തരത്തിൽ കുറച്ച് കീഴ്പോട്ട് ഇറങ്ങി വന്ന് ഭജനയും മന്ത്രവും പ്രാർത്ഥനയൊക്കെ ആവാമെന്നാണ് എൻ്റെ പക്ഷം. മന്ത്രമൊക്കെ ഉണ്ട്, മന്ത്രിക്കുന്നത് മുഴുവൻ മന്ത്രമാണ്. മന്ത്രമില്ലാതില്ല, ഭജനയില്ലാതില്ല. ഭജനയുണ്ട്, മന്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇനി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യൻ ഇവിടെ ജന്മമെടുക്കുമ്പോൾ പലരും ധരിച്ചിരിക്കുന്നത് ഇത് നരകത്തിലാണ് ജനിച്ചിട്ടുള്ളത്, ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണെന്നാണ്. സത്യത്തിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇത് മനോഹരമായ സുന്ദരമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ്. ഓരോ നിമിഷത്തെയും നമ്മൾ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക, ആനന്ദിക്കുക. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, അതിൻ്റെ നൈരന്തര്യമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്നുള്ളത് ഓരോ നിമിഷത്തിൻ്റെയും നൈരന്തര്യമായിരിക്കണം. അവസാനം ജീവിതത്തിൻ്റെ വിജയം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു പാഠപുസ്തകം, അനുഭവമാകുന്ന ആ പാഠപുസ്തകം, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കെത്താൻ കഴിയണം. അപ്പോൾ മനോഹരമായൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മളുണ്ടാക്കണം. ആ സിഗ്നേച്ചർ നമ്മളുണ്ടാക്കണം. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ സിഗ്നേച്ചർ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. ഏതായാലും ഇത്രയും സമയം STVയുടെ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് സമയം കണ്ടെത്തിയതിൽ ശ്രീ പ്രദീപ് കുമാറിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.